മുഖ്യമന്ത്രി ഇപ്പോൾ നേരത്തെ ഇത്രയും ദിവസം പറഞ്ഞതൊന്ന് മാറ്റിപ്പിടിക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് 40 ദിവസവും പ്രചരണം നടത്തിയത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായി CAA എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത്രയും നാള് ന്യൂനപക്ഷ വർഗീയത ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പൊ നേരെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെന്തിനാണ് മുസ്ലിം ലീഗിന്റെ മക്കിട്ട് കയറുന്നത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്യുവർ സെക്യുലർ സ്റ്റാൻഡാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ് UDFന്റെ. ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല, ഒരു തരത്തിലുള്ള വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. അപകടകരമായൊരു നീക്കമാണ് ഈ ലീഗിനെ ആക്രമിച്ച് ഒരു പുതിയ പോർമുഖം തുറക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രവും കൗശലവും. വീണ്ടും CPM ഒന്ന് ചെയ്ത അപകടത്തിൽപ്പെട്ട് ഇതുവരെ ഉണ്ടാകാത്ത വലിയ ആഘാതം കിട്ടിയിരിക്കുക. 3 ലക്ഷം വോട്ട് 2.5 ലക്ഷം വോട്ട് ഒക്കെ ജയിച്ച ഞങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മൂക്ക് താഴോട്ടായ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? മാത്രമല്ല, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായ വമ്പൻ ജയം ഞങ്ങൾക്ക് മുഖം നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ പരീക്ഷണങ്ങൾ അവതരിപ്പിച്ച് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ മുഖമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ സ്ഥായിയായ, വളരെ ആദർശപരമായ ഒരു നിലപാട് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ട് എന്ന ആ തൊപ്പി ഞങ്ങൾക്ക് ചേരില്ല, അപ്പുറത്താണ് ചേരുക എന്ന് മാത്രമേ പറയാനുള്ളൂ. മാത്രമല്ല, ഞങ്ങളുടെ മുഖം ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല.